ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആകെ മൊത്തം ടാൻ അടിച്ച് ഫുൾ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്, നോക്കാനൊട്ട് ടൈമും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാമതേ മേക്കപ്പും കാര്യങ്ങളും കെമിക്കൽ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്കിൻ കെയറും കൂടെ കെമിക്കലാക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ആയുർവേദത്തിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനേ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഉത്താൻ പൗഡറാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ജിഞ്ചർ, ഓറഞ്ച്, അതേപോലെ ഒരു ചന്ദനത്തിൻ്റെ കൂടെയാണ് ഇതിൽ വരുന്നത്. എന്തായാലും സംഭവം നമുക്ക് അരച്ച് തേച്ച് നോക്കാം. സോറി അരച്ച് തേക്കുന്നു വേണ്ട, നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനത് നോർമൽ വാട്ടറിലാണ് മിക്സ് ചെയ്ത് തേച്ചിട്ടുള്ളത്. അപ്പോൾ തേച്ച് കഴിഞ്ഞ ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്കത് വാഷ് ചെയ്ത് കളയാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടെ ഇവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് കാണിച്ചു തരാം. നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമ്മുടെ ലോട്ടസ്, റോസ്, സാൻഡിൽ ഓയിൽ, നീം, മെഹന്തി, ടിൽറ്റൈൽ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ, അതേപോലെ നമ്മുടെ സ്കാൽപ്പ് ഡീപ്ലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ബ്ലാക്ക് ആൻഡ് തിക്കറായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേര ആൻഡ് തുളസിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ വാഷ് പൗഡറാണ്. അപ്പോൾ ഇത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അടുത്തതും അതേപോലെ തന്നെ ഒരു ഹെയർ വാഷ് പൗഡറാണ്. അതിൽ ലാവൻഡർ ആൻഡ് ഹിബിസ്കസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഹെയറിന് സിൽക്കി ആയിട്ടും സ്മൂത്ത് ആയിട്ടും നമ്മുടെ ഹെയറിന് കൺസിസ്റ്റൻസി ആക്കാൻ ഇതിന് പറ്റും. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് വിശ്വായു ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ പേജ് താഴെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ.